മുന്നരായ വലിയ സഹോദരങ്ങളെ, ബെറ്റിൻ്റെയും സേവയുടെയും മാതാപിതാക്കളെ, ബന്ധുമിത്രങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഏറെ പ്രാർത്ഥനയുടെ സമ്മാനമാണ് ഇവരിരുവരുമെന്ന് അന്താരയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഭാര്യയും ഭർത്താവുമായി ഉടമ്പടി ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇവരോടൊപ്പമായിരിക്കാം. അവരെ ഹൃദയം തുറന്ന് അനുമോദിക്കാം. ഒരു ജീവിതം പരസ്പരം സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് അവരെടുക്കുന്ന തീരുമാനം കർത്താവിൻ്റെ കാരുണ്യത്താൽ പൂർത്തീകരിക്കപ്പെടുവാനും എല്ലാ നന്മകളാൽ നിറയുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖമാരുടെ ഗീതത്തോടുകൂടെ നമുക്ക് വിശുദ്ധ ബലിയിൽ പ്രവേശിക്കാം. ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തി. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങനെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവം.
ഞങ്ങളുടെ അപേക്ഷകളെ ശ്രദ്ധിക്കുകയും അങ്ങേദാസനായ വീട്ടിലെയും സഹായികളെയും അങ്ങേ കൃപകാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണം. അങ്ങനെ അൽക്കാരുടെ മുൻപാകെ ഒന്നാക്കപ്പെടുന്നവ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായി വായിക്കുകയും എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യും. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുന്നു. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അധരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ സംതൃപ്തരാകും. കരുണയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കല്യാണ അവസരത്തിൽ അപരിചിതമായ സുവിശേഷമാണ് സഭയുടെ പഞ്ചാംഗത്തിൽ ആരാധനക്രമത്തിലും അതുപോലെ തന്നെ വായനകൾക്കായി നിർദ്ദേശിക്കപ്പെടുന്നത്. വിവാഹത്തിന് പ്രവേശിക്കുന്ന പ്രതിമാർ ഈ ഭാഗമാണ് ആദ്യമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നത്. ഈശോ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യുന്ന സൗഭാഗ്യങ്ങളാണ് തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പഠിപ്പിച്ച് ആത്മാവിലെ ദരിദ്രരാകുന്നവർ, വിലപിക്കുന്നവർ, സമാധാനം സ്ഥാപിക്കുന്നവർ. ഈ സൗഭാഗ്യങ്ങളെല്ലാം അതിൻ്റെ കളരിയും അതിൻ്റെ തുടക്കവും കുടുംബത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ചും നവദമ്പതികളായി പരസ്പരം സമർപ്പിക്കുവാൻ പോകുന്ന നിങ്ങളുടെ കുടുംബത്തിൻ്റെ സൗഭാഗ്യത്തെ, ദൈവം പ്രദാനം ചെയ്യുന്ന ഈ ഭാഗ്യത്തെ തിരിച്ചറിയുകയാണ്. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിരിച്ചിട്ടെന്നാൽ അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, ഒരു ജീവിതത്തെ പണിതുയർത്തുവാനായിട്ടുള്ള സുവിശേഷത്തിൻ്റെ ഭാവനാത്മകമായ മനോഭാവങ്ങൾ. നിങ്ങൾ പരസ്പരം പണിതുയർത്തുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ, അതിൻ്റെ കല്ല് ഇന്ന് ഇവിടെ കർത്താവിൻ്റെ ആൾക്കാരയിൽ നിങ്ങൾ മൂലക്കല്ലിടുകയാണ്. അത് നിങ്ങളുടെ പരസ്പരമുള്ള വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ആരംഭത്തിൽ പറയാൻ പോകുന്നത് പോലെ ഈ നിമിഷം മുതൽ മരണം വരെ എന്ന് പറഞ്ഞുള്ളൊരു വാഗ്ദാനമാണ്. ജീവിതത്തിൽ മറ്റേതൊരു പ്രോമിസിനേക്കാളും ഗൗരവമുള്ള, സമർപ്പണമുള്ള, ത്യാഗമുള്ള മറ്റൊരു വാഗ്ദാനം നിങ്ങൾ ജീവിതത്തിൽ നടത്തുവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ മരണം വരെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ പരസ്പര സമർപ്പണം, അതാണ് വിവാഹ ജീവിതത്തിൻ്റെ കാതൽ. ആ സമർപ്പണത്തെ ജീവിക്കുവാനായിട്ടുള്ള പുണ്യ രീതികളാണ് മലയിലെ പ്രസംഗത്തിലെ ഓരോ സൗഭാഗ്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മാവിൽ ദരിദ്രർ,
ഒന്നും സ്വന്തമാക്കി വെക്കാതെ പരസ്പരം പങ്കിടാമെന്നുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് അതിൻ്റെ പൊരുൾ. വിലപിക്കുന്നവർ പൂർണ്ണതയ്ക്ക് വേണ്ടി നിരന്തരം പ്രയത്നിക്കുക എന്നാണ് വിലപിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലെ അർത്ഥം. സമാധാന സ്ഥാപകർ, രണ്ടു മനസ്സും ഒരുമിച്ച് ഒന്നായി തീരുക എന്നുള്ള ഈ പ്രക്രിയ അത് ഏറെ വെല്ലുവിളികളിലൂടെ കടന്ന് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന ഉറപ്പാണ് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള വാഗ്ദാനം. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാഗ്ദാനങ്ങളും, ഈശോ പറയുന്ന ഓരോ സൗഭാഗ്യവും അത് പാഴ്വാക്കുകളല്ല. ജീവിച്ച് ഇറ്റ്സ് വർത്ത് സ്പെൻഡിങ് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാവുന്ന ഉറപ്പുള്ള കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ്. ദമ്പതിമാരെന്ന നിലയിൽ ഇത് നിങ്ങളുടെ മനസ്സിനെ ചുറ്റപ്പെടുത്തും. നിങ്ങളുടെ ആത്മാക്കളെ നവീനമായി എന്നും പവിത്രീകരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ അതിന് ഒരുമിച്ച് സഹിക്കുവാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ സഭയുടെ പ്രാർത്ഥനകളിൽ വിവാഹ കഴിക്കുന്ന ദമ്പതിമാർക്കുള്ള അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും അനുസ്മരിക്കുന്ന വിവാഹ ജീവിതത്തിൻ്റെ ശാശ്വത സ്ഥാനത്തെ പറ്റിയാണ്. ഈ അനുഗ്രഹം മാത്രമേ, ഇങ്ങനെയാണ് പ്രാർത്ഥനയുടെ വാക്കുകൾ, ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവപാപത്തിൻ്റെ വിനാശത്താലോ ജലപ്രളയത്തിൻ്റെ നാശത്താലോ നഷ്ടമാകാതിരുന്നുള്ളൂ. ദൈവം ക്യാൻസൽ ചെയ്യാത്ത അനുഗ്രഹമെന്നാണ് ദാമ്പത്യത്തെ സഭ മനസ്സിലാക്കുന്നത്, വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റെല്ലാ അനുഗ്രഹങ്ങളും ഒലിച്ചു പോകുമ്പോഴും വിവാഹം എന്നുള്ള അനുഗ്രഹം ഭൂമിയിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് അത് ആദ്യ പാപത്തെ അതിജീവിച്ചത്. പാപം ചെയ്തതിന് ശേഷവും ആദത്തിനും ഹവായ്ക്കും സന്താന പരമ്പര ദൈവം നൽകി നിലനിർത്തി. മനുഷ്യർ പാപം ചെയ്തു വന്നപ്പോൾ ഭൂമുഖത്തു നിന്നെല്ലാം തുടച്ചു നീക്കണമെന്ന് പറഞ്ഞപ്പോഴും ദൈവം രക്ഷയുടെ മാർഗമായി സംവിധാനം ചെയ്ത ആ പെട്ടകത്തിലേക്ക് ജീവജാലങ്ങളെ ആണും പെണ്ണുമായി ഇണകളായി ദൈവം ചേർത്തു. മനുഷ്യരുടെ കാര്യം പറഞ്ഞപ്പോൾ നോഹ അവൻ്റെ ഭാര്യയോടുകൂടെ, നോഹയുടെ 3 മക്കൾ, അവർ ഓരോരുത്തരും അവൻ്റെ ഭാര്യയോടുകൂടെ പെട്ടകത്തിൽ പ്രവേശിച്ചുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതി വെക്കുന്നത്. അവർ പുറത്തേക്ക് കടന്നു വരുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. അവ മൃഗങ്ങളാദ്യം ഇണകളായി വന്നു, അവസാനം ഓരോരുത്തരും അവൻ്റെ ഭാര്യയോടുകൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ജലപ്രളയം വിവാഹത്തെ ഇല്ലാതാക്കിയില്ല. ദൈവം ജലപ്രളയത്തിൻ്റെ നടുവിലും വിവാഹത്തെ സംരക്ഷിച്ചു. ഭൂമിയിൽ സന്താനങ്ങൾ നിലനിൽക്കേണ്ടത്, ഭൂമിയിൽ ദൈവത്തിൻ്റെ കരുണയുടെ ഈ കീഴിൽ എന്നും ഭൂമി ആവസിക്കപ്പെടേണ്ടതിന് ദൈവം പരിപാവനമായി ദാമ്പത്യത്തെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈശോയുടെ പ്രബോധനം നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഏർപ്പെടുത്തരുത്. ദാമ്പത്യം ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ സംവിധാനമാണ്. അതിനെ കൈവെക്കരുത്, അതിൻ്റെ കടയ്ക്ക് കത്തിവെക്കരുത്. അതിൻ്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും ദാമ്പത്യത്തിന് വിലയിടിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നാം കടന്നു പോകുമ്പോൾ ഈ ദൈവപ്രമാണം എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ സംവിധാനമാണ് വിവാഹം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുമെന്ന് ദൈവ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ളത് വിവാഹത്തിനാണ്. അത് ഭൂമിയിൽ കൊയ്ത്തുള്ളിടത്തോളം കാലം, വർഷമുള്ളിടത്തോളം കാലം, വേനലുള്ളിടത്തോളം കാലം കർത്താവ് അതിനെ സംരക്ഷിക്കുമെന്നും അതിനടയാളമായിട്ട് ഇരുളുകളുണ്ടാകുമ്പോൾ, പേമാരികൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിയാൽ നിങ്ങൾ മഴവില്ല് കാണുമെന്നും കർത്താവ് പറയുന്നു. അത് വിവാഹത്തിനുള്ള വാഗ്ദാനമാണ്. നിങ്ങളുടെ വിവാഹത്തിൻ്റെ തലേന്നാൾ ഇന്നുമെല്ലാം ഒത്തിരി പേമാരി ഇന്ന് പെയ്തിറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഉറപ്പിൻ്റെ അടയാളമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് മഴവില്ല് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലാണ് ഇന്ന് ബെറ്റിനും സെറയും പരസ്പരം
ഭാര്യ ഭർത്താക്കന്മാരാകും. ഇതൊരു കൂദാശയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ കൂദാശ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ബെർട്ടിന് ഭർത്താവ് എന്നുള്ള മുദ്ര പരിശുദ്ധാത്മാവ് പതിച്ചു നൽകുന്നു. സേറയ്ക്ക് ബെർട്ടിൻ്റെ ഭാര്യ എന്നുള്ള മുദ്രയും പതിച്ചു നൽകുന്നു. ഈ മുദ്രയുടെ ഇത് മായ്ക്കപ്പെടുന്നത് മരണത്തോടുകൂടി മാത്രം. അതുകൊണ്ടാണ് സഭയുടെ ഈ വിശ്വാസത്തിൽ പങ്കുചേർന്ന് നിങ്ങൾ ഈ വാഗ്ദാനം നടത്തുന്നത് ഈ നിമിഷം മുതൽ മരണം വരെ. പരിശുദ്ധാത്മാവ് പതിച്ചു നൽകുന്ന ഈ മുദ്ര, ആ മുദ്രയുടെ കീഴിൽ വാഴുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിനായിട്ട് നിങ്ങൾ സ്വരുക്കിയിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ തിരക്കിനിടയിൽ, ജീവിതയാത്രയ്ക്കിടയിൽ മറക്കാൻ പാടില്ലാത്ത 2 സുപ്രധാന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ വിവാഹിതരാകുന്നത് അൾത്താരയുടെ മുൻപിലാണ് എന്നുള്ള ഓർമ്മ വേണം. ഇവിടെ ഈ വാഗ്ദാനം നടത്തുമ്പോൾ ഈശോയുടെ സ്ഥാനത്ത് ബെർട്ടിനും സഭയുടെ സ്ഥാനത്ത് സേറയും, നിങ്ങൾ 2 പേരും കൂടി നൽകുന്ന ഈ വാഗ്ദാനം പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാണ്. അൾത്താരയിൽ വിശുദ്ധ രഹസ്യങ്ങളുടെ ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ വാക്കുകൾ, നിങ്ങൾ പരസ്പരം പറയുന്ന വാക്കുകളാണ്. ഇതെൻ്റെ ശരീരമാണ്, നീ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതിൻ്റെ രക്തമാണ്, നീ വാങ്ങി കുടിക്കുവിൻ. എൻ്റെ ശരീരവും എൻ്റെ രക്തവും, എൻ്റെ ജീവിതം മുഴുവനും ഞാൻ നിനക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് അൾത്താരയിലെ കൂദാശയാണ് ദാമ്പത്യത്തിൽ ദൈവം പതിച്ചു കൊടുക്കുന്ന പുതിയ നിയമത്തിൽ ദാമ്പത്യത്തിന് നൽകുന്ന മുദ്ര. പഴയ നിയമത്തിൽ പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ അടയാളവും ഛായയുമാണെങ്കിൽ, പുതിയ നിയമത്തിൽ ഭാര്യയും ഭർത്താവും ക്രിസ്തുവിൻ്റെയും സഭയുടെയും ഛായയും സാദൃശ്യമാണ്. അതുകൊണ്ട് നിങ്ങളാണ് അനുദിനം നിങ്ങൾ ഈ ദീപരഹസ്യം ജീവിക്കുക. ഒന്നും ബാക്കി വെക്കാതെ പരസ്പരം നൽകുന്ന, എടുത്തുകൊള്ളുക, ഭക്ഷിച്ചുകൊള്ളുക. എൻ്റെ ജീവിതം നിനക്കുള്ളതാണ്, എൻ്റെ ജീവിതം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നുവെന്നുള്ള ഈ ഉടമ്പടിയെ മറക്കുക. അതാണ് ഈ ആൾക്കാരുടെ മുൻപിൽ നിന്ന് ഈ വാഗ്ദാനം നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവാണ് നിങ്ങളെ യോജിപ്പിച്ചതെന്ന് ഉള്ള തിരിച്ചറിവിൽ നിങ്ങൾക്കുണ്ടാകേണ്ട പ്രഥമ ബോധ്യം. രണ്ടാമത്തെ മറ്റ് കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ ഇരുവർക്കുമുള്ള ക്വാളിറ്റി ടൈമിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ഇടം നൽകണം. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒന്നുചേർന്നുള്ള പ്രാർത്ഥന അതിൽ തന്നെ പവിത്രവും അതിൽ തന്നെ ഏറ്റവും ഫലദായകത്വമുള്ളത്. ക്വാളിറ്റി ടൈം ഫോർ പ്രയർ. പരസ്പരം ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുമിച്ചുണ്ടാകുന്ന സമയം, ജോലിയുടെ സമയം, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള മാധ്യസ്ഥത്തിന് കഴിവുണ്ട്. നമ്മൾ മറ്റെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി സമയം വരുമ്പോഴും വിളക്കി ചേർക്കുന്ന, പരസ്പരം ചേർത്ത് നിൽക്കുന്ന, ദൈവകൃപ നിങ്ങൾക്ക് വേണ്ടി പരസ്പരം ഒഴുകുന്ന, ഭർത്താവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഭാര്യ അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നിങ്ങൾ പരസ്പരം സംരക്ഷിതരാകുന്നത് പ്രാർത്ഥന എന്നുള്ള കവചത്താലാണ്. അതാണ് ജലപ്രളയത്തിലൂടെ കുതിച്ചു നീങ്ങുന്ന, അതിനെ തരണം ചെയ്ത പെട്ടകത്തിൻ്റെ കഥ. നിങ്ങൾ ഇരുവരും പരസ്പരമുള്ള പ്രാർത്ഥനയിലാണ് സംരക്ഷിതരാകുകയും പരസ്പരം സംവഹിക്കുകയും ചെയ്യുന്നത്. 100 അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് എല്ലാവരോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ആശീർവാദ പ്രാർത്ഥനകളെല്ലാം വിവാഹ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനകളൊക്കെ പങ്കുചേരാം. നിങ്ങളിപ്പോൾ നൽകുന്ന ഈ സമ്മതം കർത്താവ് സ്വീകരിക്കുകയും നിങ്ങളെ തൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങളാൽ നിലനിർത്തുകയും ചെയ്യട്ടെന്ന് എല്ലാവരോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ബെർട്ടിൻ, സാറ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങളിന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ ഭൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ.
ഇപ്പോഴാകട്ടെ ഈ പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ബെറ്റിൻ സാറ, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. ഉത്തരമാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്താനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുൻപാകെ സമ്മതം പ്രകടിപ്പിക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച അനുഗ്രഹാശിച്ചുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും കാരുണ്യപൂർവ്വം ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദപരമത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയാൻ അനുഗ്രഹം നൽകണമേ. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസത്തിൻ്റെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ താലി മോതിരവും അണിച്ചോളും. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ
വിശ്വസ്തയുടെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിലൊന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, തിരുസഭയെയും പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പെ, ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജെയിംസ് ആനപ്പറമ്പിൽ പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നപോലെ സഭാമക്കളെ നയിക്കുവാനുള്ള വരദാനങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഇന്ന് പുതിയ കുടുംബജീവിതത്തിലേക്ക് അങ്ങ് കൈപിടിച്ചുയർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേർട്ടിനെയും സാറായി അങ്ങേ സ്നേഹഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബം നൽകുന്ന വിശ്വാസത്തിൻ്റെ ദിവ്യജ്യോതി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് ഇവരുടെ കുടുംബത്തെ മഹത്വീകരിച്ച് ഉയർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, എല്ലാ യുവജനങ്ങളിലേക്കും അങ്ങയുടെ വിശുദ്ധിയുടെ പ്രകാശകിരണങ്ങൾ ഒഴുകണമേ. ആധുനിക ജീവിതത്തിലെ ലൗകിക പ്രലോഭനങ്ങളിൽ പതരാതെ യേശുവിൻ്റെ ജീവിത മാതൃക അനുകരിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാൻ ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങേ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സന്നിധിയിൽ സ്മരിക്കുന്നു. നാഥ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ദാനമായ ജീവിതത്തെ അങ്ങേ കൃപയിലും സ്നേഹത്തിലും സമാധാനത്തിലും നയിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി കൈവരിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് അങ്ങേ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ നിത്യമായ പ്രകാശവും സ്നേഹവും കാരുണ്യവും അവരിലേക്ക് ചൊരിഞ്ഞ് അവർക്ക് അവിടുത്തെ മുഖപ്രകാശം അനുഭവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളെയും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേണമേ.
കർത്താവിൻ ബലി പോലെ ആബേലിൻ ബലി പോലെ സ്വീകരിച്ചിടേണമേ. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. ഹൃദയപൂർവം നീ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസന്നിധി. ഹൃദയപൂർവം നീ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസന്നിധി. ശ്രേഷ്ഠത നിറയും നിന്നുടെ നാമം ശ്രേഷ്ഠത നിറയും നിന്നുടെ നാമം ഘോഷിച്ചിടാവൻ അതരം തുറന്നീടണേ. ഈ ജീവിതം നിൻ ദാനമല്ലേ. ഹൃദയപൂർവം നീ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസന്നിധി. കാഴ്ചയർപ്പിക്കുവാൻ ജീവിതമല്ലാതെ മറ്റെന്തു നൽകും ഞാൻ ഈ കാസയിൽ. കാഴ്ചയർപ്പിക്കുവാൻ ജീവിതമല്ലാതെ മറ്റെന്തു നൽകും ഞാൻ ഈ കാസയിൽ. സ്വയം ശൂന്യമാക്കിയ തിരുവോസ്തി പോലെ എന്നെയും ചേർക്കണേ തീരാസയിൽ. സ്വയം ശൂന്യമാക്കിയ തിരുവോസ്തി പോലെ എന്നെയും ചേർക്കണേ തീരാസയിൽ. അബ്രാമിൻ ബലി പോലെ ആബേലിൻ ബലി പോലെ സ്വീകരിച്ചിടേണമേ. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. സ്നേഹിക്കും ഹൃദയത്തെ നിരസിച്ചിടാത്തരാ നിന്നുടെ സ്നേഹമെന്നും ഗ്രഹിച്ചിടാ. സ്നേഹിക്കും ഹൃദയത്തെ നിരസിച്ചിടാത്തവരാ നിന്നുടെ സ്നേഹമെന്നും ഗ്രഹിച്ചിടാ. താഴ്മയുള്ളൊരു മനസ്സിന്നേകനെ കുരിശോളമെന്നെയും ഞാൻ ചേർത്ത് വയ്ക്കാം. താഴ്മയുള്ളൊരു മനസ്സിന്നേകനെ കുരിശോളമെന്നെയും ഞാൻ ചേർത്ത്
ഇതുവരെ പച്ചകാശുപോലെ ജീവിതം കാണിക്കയായി കഴിയുക. സഹോദരങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹ ഉദാശയുടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ജനവുമായി അങ്ങ് ഒരു പുതിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യം വഴി അങ്ങ് അവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിൽ കൂട്ടവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാപര സമൃദ്ധി അങ്ങ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങ് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് ഒരിക്കലും വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുകുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും
ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെപ്പോൾ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്ക് നൽകുവാനായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. വത്സലമുള്ളവരെ, ബെറ്റിനും സെറാക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക ആശീർവാദ പ്രാർത്ഥനയാണ് ഈ സമയത്ത്. ഈശോയുടെ തിരുശരീര രക്തങ്ങളിൽ പങ്കാളികളായി ഇന്ന് വിശുദ്ധ കൂദാശയിലേക്ക് പ്രവേശിച്ചവർ സ്നേഹത്തിൽ സദാ ഒന്നിക്കപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും മൗനമായി അല്പനേരം ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്നു ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കുവാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസരായ ബെറ്റിൻ്റെയും സാറയുടെ മേൽ അങ്ങേ വലത്തുകരം കനിവാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരു ആത്മാവുമായി തീരാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവർത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിൽ അംഗങ്ങളാക്കി സജ്ജരാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ സാറയെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ അവതാരത്താൽ ഇവൾ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ദാസനായ ബെറ്റിനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങളിയാൽ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുൻപാകെ വിവാഹത്തിലൊന്നായി തീർന്നു അങ്ങേ മേശയെ സമീപിക്കുവാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ ഈ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തർക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്
ഈ പ്രാർത്ഥന കേട്ടുള്ളേനമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. കർത്താവേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ കുദാശയിലൊന്നായി തീർന്ന ഇവർ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേനാമേ. ഇപ്രാവശ്യം പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ മിഷൻ ഞായറാഴ്ച സന്ദേശത്തിൽ കുടുംബങ്ങളോടാണ് പ്രത്യേകം അഭ്യർത്ഥിക്കുന്ന. ഓരോ കുടുംബവും മിഷണറി കുടുംബമാണ്. പ്രാർത്ഥനയുടെയും ക്രൈസ്തവ സ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെയും കുടുംബമാണ്. ബെറ്റിൻ്റെയും സാറായുടെയും കുടുംബം പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷ്യമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകം അനുമോദനങ്ങൾ. നിങ്ങളുടെ അനേകം തലമുറകൾ, അനുഗ്രഹത്തിൻ്റെ തലമുറകൾ ദൈവം ഭൂമിയിൽ പ്രദാനം ചെയ്തു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമിച്ച് നിങ്ങൾ ആശീർവാദം സ്വീകരിക്കുന്നു. സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ആമേൻ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കനിവാർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. Suddenly I'm seeing everything so different. Like I'm looking at the world through a brand new lens. Every shade of green and blue, and it's all because of you. I'm seeing everything. You make me wanna celebrate, 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 celebrate tonight. Like a picture that I've painted in my wildest dreams, came to life in every feeling that you gave to me. Found a story that we saw. Every moment is a song. I'm hearing everything. You make me wanna celebrate, 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 celebrate tonight. Ooh, 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 celebrate tonight. Ooh, celebrate tonight. Celebrate tonight. Marriage is a sacred covenant, a union not just of two hearts, but of two souls who choose to walk together through all seasons of life. So before we begin the celebrations, let us first meet the man of the moment, our charming and composed bridegroom, Mr. Burton. Burton is an IT consultant who has worked on several hospitality projects for clients based in Kochi and all around Kerala. He has a service of reputation of many years and many more to come. He is a man who values family and friendship above all else and
has a rare gift, the ability to bring people together and to create warmth wherever he goes. And today, he stands before us as a man who has found his perfect partner in Sarah, who complements his heart in every way. Our dearest bride, Anju Sara Sabu, whom we lovingly call Sarah, holds a postgraduate degree in social work and is currently working as a psychiatric social worker. She is an artist who loves to draw and paint, and her aesthetic eye finds beauty in the ordinary. In addition to that, Sarah is also a state-level badminton player, and as destiny would have it, she is joining a family where everyone seems to live on sports, literally. But don't worry, Sarah is more than ready to keep up, whether it's chasing shuttlecocks or joining spirited debates over cricket scores. All right, so before we move ahead with the celebrations, let us take a moment to honor the wonderful families who have raised and blessed this couple with love and wisdom. This day is as much theirs as it is Burton and Sarah's. So I invite both the families to join the bride and groom on the stage. Came to life in every feeling that you gave to me. So moving on to introducing the families. So Burton's father, Mr. Remiji Oscar, whom I lovingly call Buka, is a respected Kerala State Football Executive member with years of experience in the hospitality service industry. Mrs. Angel Oscar, who is book auntie for me, is the heart and soul of the home. Known for her warmth and the way she maintains relationships, it's no surprise that everyone keeps coming back to her home, maybe for the hospitality, but definitely for the snacks. She is also the one who raised these naughty boys with love, patience, and just the right amount of discipline. Now, Burton has two brothers. Kevin Oscar, whom I call Kevin Tata, works in the State Bank of India, but when he's not banking, he's chasing cricket balls. He runs a cricket academy in Trivandrum called Power Pace and even coaches the Thrissur Titans. And his wife, Naina Chechi, is an international celebrity in athletics, specializing in long jump with medals in various competitions, including Commonwealth and Asian Games. She also serves in the income tax department as an officer. And their newest bundle of joy, baby Oscar, has already made them very proud parents. So hearty congratulations to Kevin Tata and Naina Chechi. Now, Jeffin Tata and Jalita, who we miss dearly, are in Calgary, Canada. Jeffin has followed in his elder brother Kevin's footsteps, quite literally, by setting up a cricket academy in Canada called Power Play. It seems even across continents, imitation really is the sincerest form of flattery. Jalita, a postgraduate in mathematics and a trained teacher, works as an early childhood educator at We Wild Ones, shaping young minds with care and dedication. And now let us welcome the family of our beautiful bride, Anju Sara Sabu. Her late father, Mr. Sabu Philip, proudly served in the Indian Air Force, instilling discipline and courage in his children. Her mother, Mrs. Gigi Sabu, is a loving homemaker who's prayerful
and encouraging support in Sarah's life cannot be overestimated. And her brother Harish Sabu has completed his post-graduation in computer science and now serves as an assistant professor in Naipunya College, Angamali. The family hails from the lovely Vellavelil House, Puduveli, Kottayam, and today we celebrate the values and love they have passed on to Sarah. I think we can give a big round of applause for Burton, Sarah, and both their families. Now, every great and glorious occasion calls forth God's blessings. Let us mark this solemn occasion with the lighting of the candle. To begin with the candle lighting ceremony, we request Burton and Sarah to light the central candle and invite divine light amidst them. Now we request Kunyamai and Oscar Papan to light the candle on the right. Now Gigi Auntie and Harry to light the candle on the left. Now we have a very special welcome for the youngest daughter of the Kutungal family. Hello, dearest Sarah, Burton, very, very dear to me. And our family members, well-wishers, friends, all those who have come here today to celebrate this young, beautiful couple. We wish you many blessings for long, happy married life. Congratulations and blessings. And Sarah, it's my privilege to welcome you to our family. For Oscar and Angel, you will be the youngest daughter in the family. Whereas Kevin, Naina, a young sister, and Jeffin and Jalita, they are not here, but you're very, very dear to them as a sister. And you are a gift and a blessing to our family. We don't know how gifts can be explained because gifts come in many wrappings, but it's not the exterior that give value to what the real inside virtue of a gift of a person. And we know that you are filled with God's grace today. And that's what we wish. When I happened to tell some of my sisters that Burton is getting married, they were surprised. അതെങ്ങനെയാ ബേർട്ടൻ വീട്ടിലെ കൊച്ചല്ലേ, ബേർട്ടൻ വാവയല്ലേ, എങ്ങനെ ബേർട്ടന് കല്യാണമോ? അപ്പം ഞാനൊരു സംഭവം ഓർത്തു, ഒരു ചെറിയ വലിയ സംഭവം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ 3 പേരും ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. കെവിൻ, ജെഫിൻ, ബേർട്ടൻ. കെവിനും ജെഫിനും നോർമൽ ബാറ്റ്സ് ഉണ്ടാവും, നോർമൽ ക്രിക്കറ്റ് ബോൾ ഉണ്ടാവും. ബേർട്ടൻ കുട്ടൻ ഇല്ല. ബേർട്ടൻ ഒരു ടോയ് ബാറ്റായിരിക്കും, ഒരു ടെന്നീസ് ബോളായിരിക്കും. സോ ദാറ്റ് വാസ് നോട്ട് അക്സെപ്റ്റഡ്. He said somehow he has to grow. വളർന്നാലേ ടാറ്റമാരെ പോലുള്ള ബാറ്റും ബോളും കിട്ടത്തുള്ളൂ. So there was only one way. There is only one way. And that was he has to grow up. അപ്പം മാതാ സ്കൂളിന് ഓപ്പോസിറ്റ് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ബേർട്ടൻ ഒരു ദിവസം ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. അപ്പോൾ ഈ ചേട്ടൻ ഓർക്കുക, ബേർട്ടൻ ഹി മസ്റ്റ് ഹാവ് ബീൻ 5-6 years old. എന്താ ബേർട്ടൻ ഇവിടെ നിൽക്കുന്നത്? ബേർട്ടൻ എന്ത് വേണം? ബേർട്ടൻ എന്ത് വേണം? ചേട്ടാ, പെട്ടെന്ന് വളരുന്ന മെഡിസിൻ വല്ലതും ഉണ്ടോ? Do you remember? Kevin will surely remember. Of course, he gave medicine. That was some multivitamin tablets. And he ate it, he grew,
And today he is grown up enough to make a commitment, a lifelong commitment, and to accept Sarah as a partner of his life. I say it's a lifelong serious commitment, and marriage is meant for adults, people who know the consequence. So as grown-ups, you are in God's love, and let that love of God radiate through both. And because you are filled with God's love wherever you are, there will be greater love, greater joy, greater peace. I know, Sarah, Burton has introduced all of us to you. And you know a lot of things about each one of us. And before we could reach Trivandrum, you had reached to meet Naina and to greet our little baby. So much you are part of the family already. So we wish both of you many, many blessings of peace, love, joy. And of course, you are welcome to the family to share all that a family means. Our life with its ups and downs, our love with all its nuances, all the colors, as our bishop said, all the rainbow colors, we need it. Then there will be greater joy. May that joy that you feel today be with you every step of your life. This is our prayer and greeting. God bless. Thank you, Kochamama. And now we have the cake cutting ceremony that adds color and mirth to the celebration. We invite Reverend Father Burley Valiagam to bless the cake with a prayer for the newlywed Burton and Sarah. ഞങ്ങളിവിടെ 3 അച്ഛന്മാരുണ്ട്. അച്ഛന്മാർ ഓസ്കറങ്ങളുമായിട്ടുള്ള പരിചയത്തിലാണ് നിങ്ങളിവിടെ ആയിരിക്കുക. അതും പള്ളി വെച്ചുള്ള പരിചയമൊന്നുമല്ല, കാരണം ഓസ്കറങ്ങൾ അങ്ങനെ വല്ലപ്പോഴും കൂടിയേ പള്ളി വരാറുള്ളൂ. ഇടവക പള്ളിയിൽ കത്തീഡ്രൽ പള്ളിയാണ് സാധാരണ പോവുക. പിന്നെ പരിചയം കളിക്കോട്ട് വെച്ചുള്ള പരിചയമാണ്. എല്ലാ ദിവസവും രാവിലെ കുർബാന ജോലിയിലും കളിക്കോട്ടിലുണ്ടാകണം എന്നാണ് ഓസ്കർ അങ്കിൾ ഞങ്ങളോട് പറയുക. ആരോഗ്യം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുർബാന കഴിയുമ്പോൾ തന്നെ കാറുമായിട്ട് ഞങ്ങളുടെ മേടയുടെ വാതിക്കലെത്തും. ഞാൻ തുമ്പളിലുള്ളപ്പോൾ മുതലുള്ളതാണ്. അവിടുന്ന് കളിക്കാനായിട്ട് കൊണ്ടുപോകും. പിന്നെ കുറേ അച്ഛന്മാരും ബാസ്ക്കറ്റ് കളിക്കാനായിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിലാണ് അങ്കിളുമായിട്ടുള്ള പരിചയം. ആ സൗഹൃദം ഒരു 10 വർഷത്തോളമായിട്ട് എനിക്കുണ്ട്, ആ കുടുംബവുമായിട്ടുണ്ട്. പിന്നെ ആ കുടുംബത്തിലൊരു അംഗമായിട്ട് അങ്കിളും ആൻറ്റിയും എന്നെ ദത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും സൗഹൃദവും അവർ 2 പേരോടും പിന്നെ 3 മക്കളോടും, ഒരുപക്ഷെ പ്രായത്തിൽ ഞാൻ മൂത്തതായതുകൊണ്ട് ബാക്കി 3 പേരും പൊക്കം മാത്രമേ ഉള്ളവർക്ക്. എനിക്ക് പൊക്കം കുറവാണ്, പക്ഷേ പ്രായത്തിൽ കൂടുതൽ ഞാനായതുകൊണ്ട് അവരിലേക്കാൾ മൂത്തതുമാണ്. അപ്പോൾ ഒരു ആശംസ പറയണം എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് സാറ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുട്ടിയായിരിക്കും. ഇതുപോലെ ഒരു കുടുംബത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കളിക്കോട്ടിലായതുകൊണ്ട് തന്നെ ഒരു ടീം നമ്മുടെ ആ വീട്ടിലുണ്ട്, കൂട്ടുങ്കൽ വീട്ടിലുണ്ട്. ക്രിക്കറ്റ് കളിക്കാനായാലും ബാഡ്മിൻ്റൺ കളിക്കാനായാലും ബാസ്ക്കറ്റ് കളിക്കാനായാലും ഒരു ടീമുണ്ട്. ഒരു ടീമെന്ന് പറഞ്ഞാൽ ടീമിൻ്റെ വിജയം എന്ന് പറയുന്നത് പരസ്പരം ഒരു മനസ്സിലാക്കുക, പരസ്പരം ബോളായാലും എന്തും അങ്ങോട്ട് പാസ് ചെയ്യുക, വിജയത്തിലെത്തുക. ഇതാണ് ഒരു ടീമിൻ്റെ വിജയമെന്ന് പറയുക. ഒരു പക്ഷേ ഒരു കളിക്കോട്ട് പോലെ ആയിരിക്കാം ഓസ്കറങ്ങളുടെയൊക്കെ കുടുംബം. പരസ്പരം ഒരു ധാരണയുണ്ട്, പരസ്പരം മനസ്സിലാക്കലുണ്ട്, പരസ്പരം ഓരോരുത്തരുടെയും കഴിവുകൾ തിരിച്ചറിയുന്നുണ്ട്, പരസ്പരം എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ 3 മക്കളെയും ഇവർ 2 പേരും വളർത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ല കളിക്കാരുള്ള നല്ല ടീമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഓസ്കറങ്ങളുടെയും ആൻറ്റിയുടേതും. ഞാൻ അച്ഛനായതുകൊണ്ട് കുറച്ച് ബൈബിൾ കൂടി പറയണം, കളിക്കോട്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ബൈബിളിൽ നമ്മൾ പറയുന്നുണ്ട്, സ്വർഗരാജ്യം വയലിൽ എറിയപ്പെട്ട കടുകുമണിക്ക് സദൃശ്യമാണ്. അത് വളർന്ന് വലുതായി വലിയൊരു വൃക്ഷമായി എല്ലാത്തരം പക്ഷികളെയും ചേക്കറാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വൃക്ഷമായി മാറും. ഇത് തുല്യമാണ് ദൈവരാജ്യം. ഒരുപക്ഷെ
ഓസ്കറങ്ങളുടെയും ആൻറ്റിയുടെയും ഇവരുടെ കുടുംബം അതുപോലെ ഒരു കുടുംബമാണ്. വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമായി വരുന്ന എല്ലാവർക്കും ആതിഥ്യം കൊടുക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 വർഷമായിട്ട് ഇവരുടെ കൂടെയുണ്ട്. എല്ലാ ദിവസവും രാവിലെ കളിയും കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ പോയി കുറച്ച് ചായയും കുടിച്ചിട്ടായിരിക്കും ഞാൻ മേടയിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെയും പിന്നെ അങ്കിള് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട്. അങ്കിളുടെ ഒരു ധാരണ സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട് അങ്കിളും ആൻറ്റിയും വിലമതിക്കുന്നത് സ്നേഹവും സൗഹൃദവും ഒരുമയുമൊക്കെയാണ്. അത് മക്കൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. വരുന്ന ആരെയും വേദനിപ്പിക്കാറില്ല. വീട്ടിലേക്ക് കടന്നു വരുന്ന ആരെയും നല്ല മനസ്സോടെ സ്വീകരിക്കാറുണ്ട്. ആരോടും എനിക്കിതുവരെ മനസ്സിലാക്കിയത് ആരോടും മനസ്സുകൊണ്ട് ഒരു വെറുപ്പോ വൈരാഗ്യമോ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സോ ഇതുവരെ ഇവരാരും കാത്തു സൂക്ഷിച്ചിട്ടില്ല. അത് വേദനിപ്പിക്കുന്നവരുണ്ടായാൽ പോലും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എന്നാലും അവരോടൊക്കെയും സ്നേഹത്തോടെ പെരുമാറുന്നൊരു ഫാമിലി. ഒരു ദൈവരാജ്യ സമാനമായിട്ട് ആ ഒരു കുടുംബത്തെ കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, എനിക്കിവരുടെ കുടുംബം ഒരു എന്താ പറയുക പ്രലോഭനമാണ്. ഞാൻ വച്ചനാണ്, അതുകൊണ്ട് കുടുംബജീവിതം പാടില്ല. പലരും ഇപ്പോൾ ന്യൂജൻ പിള്ളേരൊക്കെയും വിവാഹം കഴിക്കാത്തത് പല കുടുംബങ്ങളെയും കണ്ട് പല വിവാഹ ജീവിതങ്ങളും അതിൻ്റെ ഡിവോഴ്സിലുമൊക്കെ കണ്ടിട്ട് എന്തിനാണ് കല്യാണം കഴിക്കണമെന്ന് ചോദിക്കാറുണ്ട്. മാരേജ് കോഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലരൊക്കെ കൗൺസിലിംഗ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, 2 വർഷം കഴിയുമ്പോൾ ഇടിച്ച് പിരിയാനല്ലേ. പക്ഷേ ഈ ഒരു കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നേരെ തിരിച്ചാണ്. അതെനിക്കൊരു പ്രലോഭനമാണ്. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇവരുടെ കുടുംബം നയിക്കുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്കാണ് സാറ കടന്നു വരുന്നത്. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈ കല്യാണത്തിൻ്റെ കാര്യം ബെർട്ടിനിങ്ങനെ ഒരു ലൈനുണ്ട്, ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ കുടുംബത്തിൻ്റെ വൈബിന് ചേർന്ന പെണ്ണാണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്കിളിനത് മനസ്സിലായില്ല എന്താണ് ചോദിച്ചെന്നുള്ളത്. ശിവന് കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞ് നമ്മുടെ വൈബിനൊക്കെ ചേർന്ന പെണ്ണ് തന്നെയാണ്, എല്ലാത്തിനും കൂടെ കൂടുന്നതാണ്, സ്നേഹവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു വൈബ് ഇനി താൻ കൂടി കാത്തു സൂക്ഷിക്കുക. വന്ന 2 പെണ്ണുങ്ങളും നല്ലതാണെന്നാണ് അങ്കിളും ആൻറ്റിയും പറഞ്ഞത്. അതുപോലെ തന്നെ താനും ആ ഒരു വൈബിലേക്ക് ചേർന്നുകൊണ്ട് ആ സ്വർഗരാജ്യ സമാനമായ സന്തോഷവും സൗഹൃദവും സ്നേഹവും ഒരു കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ ബറ്റനും സാറായിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് കാരണക്കാരായ ബറ്റിനെയും സാറായെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പദ്ധതിയാണ് അവരെ ഒന്നിപ്പിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ആജീവനാന്തം വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ടുള്ള കൃപ അവർക്ക് നൽകണമേ. അവരുടെ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഞങ്ങളൊന്നിച്ച് പങ്കുവയ്ക്കുന്ന ഈ സന്തോഷം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് നിലകൊള്ളുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ മുറിക്കുന്ന ഈ കേക്കിനെ അങ്ങ് കനിവാർന്ന് ആസ്വദിക്കണമേ. അതുപോലെ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയും അങ്ങ് കനിവാർന്ന് ആസ്വദിക്കണമേ. പലവിധ ഭക്ഷ്യവസ്തുക്കൾ ചേർന്ന് സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ രൂപപ്പെട്ടതുപോലെ ഇവരുടെ ജീവിതത്തിൽ മാതാപിതാക്കന്മാരുടെയും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഉപദേശവും മാതൃകയും ഒക്കെ അനുഗ്രഹമായിട്ട് മാറുവാനും ഉത്തമമായ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായ പരിശുദ്ധമേ, ഇവർക്കായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. From the moment Burton came into this world, love surrounded him. He was doted on and adored, the kind of child everyone naturally gravitated towards. In our family, he was always the favorite, the one
And every time we came to visit, we always heard the same thing, that he was just as loved at school by his friends, by everyone he met. That's because Burton's spirit is magnetic. His love radiates. He loves with his whole heart. He shows up for his people, goes above and beyond, and gives without ever keeping score. He always has been fiercely protective, first of his mother, then his Chechis and little sisters, always standing guard over the ones that he loves. That kind of love is rare, it's steady, it's safe. And knowing that, I can only imagine how beautifully he'll love and protect Sarah. Growing up, Angel Chechi always said that I was the daughter that she never had. So, from the very beginning, I considered Kevin, Jeffen, and Burton my little brothers. When my family and I would come visit for a few weeks, we wanted Burton to stay with us one night. He was maybe 2 or 3 years old at the time. He agreed at first, but then by 2 a.m. at night, he started missing Angel Chechi. And then instead of just saying, I want to go home, he said, Amma, eniki swasam mutunu. So Angel Chechi had to come in the middle of the night to pick up our little dramatic Burton. It has been such a joy to see their family grow and to see Angel Chechi gain her 3 beautiful daughters. And now watching Burton step into this new chapter, my heart is so very full. Sarah, welcome to the family. You are already one of us, already so deeply loved. And seeing you two together, it's clear, Burton's big heart has found its perfect match. Let us take a moment to rejoice in the love of Burton and Sarah. May their marriage be filled with love that deepens with every day, laughter that brightens every moment, and faith that strengthens them through all of life's seasons. On behalf of the families, we thank you all for your presence, your prayers, and your blessings. Let us continue to celebrate and share in the joy of this wonderful occasion. Ooh.
അനുഗ്രഹം ഉണ്ടാകുന്നതിന് എന്നും അവിടുത്തെ പരിപാലനയും സ്നേഹവും സമാധാനവും സമൃദ്ധിയും അനുഭവിക്കുന്നതിനാൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ എന്നും ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിനും സംരക്ഷണത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിലും ഞങ്ങൾക്ക് ഇപ്പോഴും അവിടുത്തെ സമാധാനവും അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞു പറയമേ. സാറയെ കുടുംബത്തിനായി നൽകിയ സാറയുടെ അമ്മയും അവരുടെയും ബ്രദറിനെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഓസ്കറിനെയും ഏഞ്ചലിനെയും കെവിനെയും കൊച്ചോസ്കറിനെയും പ്രത്യേകമായി ബർത്തിനെയും സാറയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇത്രയും നല്ലതായ സംഗീതത്തോടെ സഹായിച്ചു നീ ജഗനീതലമതാവിൻ്റെ വിശ്വാസത്തോടെ നിന്റെ താല്പര്യത്തിൽ ഞാൻ അവർ ജനത്തിൻ്റെതായ അപേക്ഷിക്കാതെ ദൈവമായി കെട്ടിടങ്ങി ഇതാണ് ഉത്തരണം പരിഷ്കാരമാകും സ്ത്രീയായി ശംശ. സേഫായ കാര്യങ്ങളിലാണ് കൊടുത്തോ 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 വലിയ പ്രശ്നസായ മകന് ഞാൻ കാത്തിരിക്കുന്നത് കുടുംബത്തിലെ റാണിയായിട്ട് മാറുകയാണ്. ഇതൊക്കെ റിട്ടയറായി പുതിയ തലമുറ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അമ്മാവനൊക്കെ വരുമ്പോ